ഹലോ വെൽക്കം ബാക്ക് ടു എം ഇ മലബാർ. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേക്ക് ഡിസൈൻ ചെയ്യാനുള്ള നോസിൽ എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോസിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ഈ നോസിൽ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 7upൻ്റെയോ അല്ലെങ്കിൽ പെപ്സിയുടെയോ ഒക്കെ ഇതേപോലുള്ളൊരു ക്യാനാണ് വേണ്ടിയത്. അതിൻ്റെ രണ്ടറ്റവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു ക്യാനിൽ നമുക്ക് 2 നോസിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്ന നോസിൽ ഒന്ന് നമുക്ക് പേരൊക്കെ എഴുതാൻ പറ്റുന്ന നോസിലും ഒരെണ്ണം ഒരു സ്റ്റാർ നോസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 നോസിൽ തന്നെ മതിയാകും ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനൊക്കെ. ഇപ്പോൾ നമ്മുടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്ക് 2-3 ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ പേര് എഴുതുന്ന നോസിൽ ചെയ്തെടുത്താൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയെടുക്കാനും പറ്റും. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു കേക്കിന് നല്ലൊരു ലുക്ക് കൊടുക്കാൻ ഈ ഒരു 2 നോസിൽ തന്നെ മതിയാകും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതുപോലുള്ളൊരു ക്യാൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളിത് കിട്ടുമ്പോൾ ചെയ്തെടുത്താൽ മതി. ബേക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അപ്പോൾ 2 അറ്റം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അങ്ങ് സെൻറ്ററിലായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ഷീറ്റ് പരുവത്തിലാക്കണം. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും, അധികം ബലമൊന്നുമില്ല. ഇത് നമുക്കൊരു കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. കത്രികയാണ് ബെസ്റ്റ് കത്തീനേക്കാളും. അപ്പോൾ ഇതുപോലെ ഷീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് ഇത് ചെയ്യുക, കാരണം ഇതിൻ്റെ അറ്റം നന്നായിട്ട് നല്ല ബ്ലേഡ് പോലെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കൈ മുറിയാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് മാനേജ് ചെയ്യാനായിട്ട്. ഇത് നമ്മളിങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു വൃത്തിക്കായിട്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് 2 ഷീറ്റായിട്ട് മാറ്റണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഒരു ക്യാനിൽ നിന്ന് നമുക്ക് 2 നോസിലാണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടില്ലേ, 2 ഷീറ്റായിട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഷീറ്റ് നമ്മൾ ഓപ്പോസിറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ മടങ്ങി കിടക്കുന്ന ഭാഗമൊക്കെ അങ്ങ് നിവർന്ന് കിട്ടും. ഷീറ്റിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് നമ്മൾക്ക് കോൺ ഷേപ്പിലായിട്ട് അങ്ങ് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഐഡിയ കിട്ടും. ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കോൺ ഷേപ്പിൽ. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഈ ഒരറ്റം നമുക്ക് ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് റൗണ്ട് ചെയ്തിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ക്രീം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സെക്യൂർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചുറ്റിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പേര് എഴുതാനുള്ള നോസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിവശം കൂടി ഒന്ന് വൃത്തിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പേര് എഴുതാനുള്ള നോസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നോസിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കോൺ ഷേപ്പിൽ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. നിങ്ങൾ നോസിൽ ചെയ്തെടുക്കുമ്പോൾ ക്യാനിൻ്റെ പുറം വശം നിങ്ങൾ നോസിലിൻ്റെ പുറം വശമാക്കി എടുത്താൽ മതി. അതായത് ഞാനിപ്പോൾ ഒരു സിൽവർ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാനിൻ്റെ ഉൾവശം ഇതുപോലെ പുറത്തേക്കായിട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒന്നും കൂടി നല്ലത് നിങ്ങൾ ഉൾവശം ഉള്ളിലേക്കാക്കിയിട്ട് തന്നെ നോസിൽ ചെയ്തെടുക്കുന്നതാണ്. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഒട്ടിച്ചെടുക്കുക. ഒരു 3-4 തവണ നമ്മളിതൊന്ന് ചുറ്റി ഒട്ടിച്ചെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ നോസിൽ നമ്മൾ സ്റ്റാർ നോസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് നീളത്തിൽ കുറച്ച് താഴേക്കായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊരു റൗണ്ടാക്കി മാറ്റുക അതിൻ്റെ ഹോള്. അപ്പോൾ ഇത് റൗണ്ടാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർ നോസിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയ കത്രിക യൂസ് ചെയ്യുന്നതാവും നല്ലത്. ഒരു ചെറിയ കത്രിക വെച്ചിട്ട് നമുക്ക് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ ഈ നോസിലിൻ്റെ ചുറ്റിലും നമ്മൾ വി ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് വന്നാൽ നമുക്ക് സ്റ്റാർ നോസിൽ കിട്ടും. വി ഷേപ്പിൽ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്തതിൻ്റെ മറ്റേ എൻഡിൽ വെച്ചിട്ട് തന്നെ അടുത്ത വി ഷേപ്പ് തുടങ്ങണം. അല്ലാതെ നമ്മൾ കുറച്ച് അകന്നിട്ട് വി ഷേപ്പ് ചെയ്താൽ ശരിയാവില്ല. ഇതിപ്പോൾ ഫസ്റ്റ് വി ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ
ആ സ്റ്റാർട്ടിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം വി ഷേപ്പായിട്ട്. ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കത്രിക യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അറ്റം ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക താഴേക്ക്. ഇതാ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചുറ്റിലും ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ നോസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ നോസിൽ എടുത്തിട്ട് കാണിച്ചു തരാം. മാത്രമല്ല ഞാൻ ക്രീം പൈപ്പ് ചെയ്തും കാണിച്ചു തരാം. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ദാ ഞാനിതിൻ്റെ ഒറിജിനൽ നോസിൽ കണ്ടില്ലേ, അധികം ഡിഫറൻസ് ഒന്നുമില്ല. എന്നാൽ നമ്മൾ ഉണ്ടാക്കിയത് കാണാനാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിതാ ഇത് പൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആകും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നോസിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്